പൂരവർത്തമാനത്തിൽ ഇന്ന് പനമുക്കുംപിള്ളി ശാസ്താ ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ കിഴക്കമ്പാട്ടുകരയിലാണ് ഈ ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം. ഏകദേശം 2500 വർഷങ്ങളോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. അമൃത കലശവുമായി പത്മാസനത്തിൽ ധ്യാനത്തിലിരിക്കുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് തന്നെ ശാസ്താവിനെ സർവ്വരോഗ നിവാരകനായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. എല്ലാ അമ്പലങ്ങളും പോലെ പനമുക്കുംപിള്ളി ക്ഷേത്രത്തിനും അതിൻ്റെതായ ഐതിഹ്യമുണ്ട്. അത് ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ടതാണ്. പണ്ട് ശങ്കരാചാര്യർ തൻ്റെ ശിഷ്യന്മാരെ തൃശ്ശൂരിലേക്ക് 4 മഠങ്ങൾ സ്ഥാപിക്കാനായി അയച്ചു. അതിലൊരു മഠം തെക്കേമഠായിരുന്നു. തെക്കേമഠം സ്ഥാപിക്കാനെത്തിയ സന്യാസി താമസിച്ചിരുന്നത് കിഴക്കമ്പാട്ടുകരയിലാണ്. കിഴക്കമ്പാട്ടുകരയിൽ അദ്ദേഹം ഒരു വിഗ്രഹത്തെ ആരാധിച്ചു പോന്നു. പിന്നീട് തെക്കേ മഠത്തിലേക്ക് താമസം മാറ്റുന്ന സമയത്ത് ആ വിഗ്രഹത്തെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും പിന്നീട് ഇവിടെ കാണുന്ന അമ്പലം ഉണ്ടാവുകയും ചെയ്തു. ഇവിടുത്തെ പ്രധാന ഉപദേവതകൾ എന്ന് പറയുന്നത് ശിവൻ, ഗണപതി, ദുർഗാദേവി എന്നിവരാണ്. ശിവരാത്രി, തിരുവാതിര, ലക്ഷാർച്ചന, ദേശവിളക്ക് എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ. ഇന്നും ഈ ക്ഷേത്രം തെക്കേ മഠത്തിന്റെ കീഴിലാണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നാട്ടുകാരുടെ ക്ഷേത്ര സമിതിയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഒരുപാട് ചടങ്ങുകളുണ്ട് ശാസ്താവിന്. രാവിലെ നവകം, പൂജ, ശ്രീഭൂതബലി എന്നീ ചടങ്ങുകൾക്ക് ശേഷം 3 ആനകളുടെ അകമ്പടിയോടെ പഞ്ചവാദ്യത്തോടെ വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളുന്നു. കിഴക്കേ ഗോപുരം വഴി അകത്ത് കടന്ന് പഞ്ചവാദ്യം ഇലഞ്ഞിത്തറയിൽ അവസാനിക്കുമ്പോൾ തെക്കേ ഗോപുരം വഴി പുറത്തേക്ക് കടക്കുകയും തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ എഴുന്നള്ളുകയും ചെയ്യുന്നു. വൈകുന്നേരത്തെ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ശാസ്താവിന്. പിറ്റേന്ന് ആറാട്ട് നടക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടുത്തെ ശാസ്താവിന്. ചില അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രമേ പൂരപ്പിറ്റേന്ന് അങ്ങനെ ആറാട്ട് നടക്കാറുള്ളൂ. ആറാട്ടിന് ശേഷം 25 കലശാഭിഷേകം, ശ്രീഭൂതബലി, കൊടിയിറക്കൽ, പൂരക്കഞ്ഞി വിതരണം എന്നിവയോടെ ഒരു വർഷത്തെ പൂരത്തിന് സമാപനം കുറിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു പൂരപ്പിറ്റേന്ന് ശാസ്താവിന് ആറാട്ട് നടക്കുന്ന ക്ഷേത്രം കൂടിയാണിത്. ശാസ്താവ് ആറാടാൻ എഴുന്നള്ളുന്ന കുളമാണിത്. പനമുക്കുംപിള്ളി ക്ഷേത്രത്തിന്റെ കമ്മിറ്റി അംഗങ്ങളാണ് നമ്മോടൊപ്പം ഉള്ളത്. സർ, എവിടെ വരെയായി പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? പൂരത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ഇതുവരെ നമ്മൾ വളരെ പുരോഗമിച്ചുകൊണ്ട് നല്ല നിലയെത്തിയിട്ടുണ്ട്. വരുന്ന 30-ാം തീയതിയാണ് പ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന്റെ കൊടിയേറ്റം ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. പൂരത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഘടകപൂരങ്ങളായ 8 ക്ഷേത്രങ്ങളും പുറമെ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ അണിനിരക്കുന്ന 10 ക്ഷേത്രങ്ങളാണ് പൂരത്തിൽ പങ്കെടുക്കുക. ഈ ക്ഷേത്രത്തിനെ പറയുകയാണെങ്കിൽ തെക്കേ മഠം കീഴടത്തിന് ഉള്ള ഒരു ക്ഷേത്രമാണ്. ജനങ്ങളാണ് കൂടുതലും. അവർ നമ്മളെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ഒരുവിധം ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന മകരമാസത്തിലെ മകീരമാണ് ഇവിടെ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. അടുത്ത പ്രതിഷ്ഠാദിനത്തോടു കൂടി നവീകരണ കലശത്തോടു കൂടി ഈ ക്ഷേത്രം കുറച്ചുകൂടി പുരോഗതിക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങുകൾ അടുത്ത മകരമാസത്തിൽ ഉണ്ടായിരിക്കും. പൂരത്തിന്റെ വിവാദങ്ങളൊക്കെ എന്തെങ്കിലും ബാധിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ക്ഷേത്രങ്ങളെ, ഘടകപൂരങ്ങളെ ബാധിക്കാറുണ്ടോ? ഇത്തവണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഗവൺമെൻറ് തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാവിധ ആനുകൂല്യങ്ങളും അവർക്ക് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. അവരുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി, ജനപങ്കാളിത്തത്തോടുകൂടി എല്ലാവർക്കും പൂരം ആഘോഷിക്കുവാനുള്ള അവസരം, എല്ലാ കാര്യങ്ങളും ഇതുവരെ ക്രമീകരണങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും ഗവൺമെൻറ് തലത്തിലും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൂരവർത്തമാനത്തിൽ നാളെ പുതിയൊരു ക്ഷേത്രവുമായി.